സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഒരുപാട് പേരുടെ സ്പെഷ്യൽ ഡേ ആണിന്ന്. എല്ലാവർക്കും ആശംസകൾ. കോഴിക്കോട് സ്വദേശിയായ ഇതൾ മോളുടെ ജന്മദിനമാണിന്ന്. മോളുടെ 1ാമത്തെ പിറന്നാളാണ്. ഇതൾ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. തൃശൂർ പേരാമംഗലം സ്വദേശികളായ റനീഷ് ആൻഡ് നീതു രണ്ടുപേരുടെയും 12ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനിയും മുന്നോട്ട് ഒരുപാട് കാലം പോകാൻ കഴിയട്ടെ. റനീഷിനും നീതുവിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വയനാട് മാനന്തവാടി സ്വദേശികളായ അനന്തകൃഷ്ണന്റെയും വിസ്മയയുടെയും മകൻ ധ്രുപത് മാധവിന്റെ ജന്മദിനമായിരുന്നു. നല്ല പേര്, ധ്രുപത് മാധവ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഇന്നലെയായിരുന്നു മോന്റെ ബർത്ത്ഡേ. ബിലേറ്റഡ് വിഷസ്. ഇത് ഞങ്ങളുടെ കുടുംബാംഗമാണ് വിനീഷ്. ന്യൂസ് 18 കുടുംബാംഗമാണ്. ഞങ്ങളുടെ യൂട്യൂബ് ടീമിലെ വിനീഷിന്റെയും ഗ്രീഷ്മയുടെയും 2ാമത്തെ വിവാഹ വാർഷികമാണ്. വളരെ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇതുപോലെ റൊമാൻറ്റിക് ആയിട്ട് മുന്നോട്ട് പോകട്ടെ വിനീഷ്. പ്രത്യേകം യൂട്യൂബ് ടീം ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ഹാപ്പി ആനിവേഴ്സറി. കൊല്ലം സ്വദേശിയായ അതിഥി അനൂപിന്റെ ജന്മദിനമാണിന്ന്. അതിഥിയുടെ 10ാമത്തെ ഇന്നലെയാണ് അതിഥിയുടെ 10ാമത്തെ ജന്മദിനമായിരുന്നു. ബാലിക മറിയം സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മോള്. മോളുടെ അമ്മൂമ്മയാണ് ആശംസകൾ അറിയിച്ചത്. എന്തായാലും രണ്ടുപേരും നമ്മളോടൊപ്പം ഇപ്പൊ സൂമിൽ ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അമ്മൂമ്മയ്ക്കും മോൾക്കും രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാം അമ്മൂമ്മയാണ് അവിടുത്തെ താരം എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് മോളുടെ ജന്മദിനത്തിന് എന്താണ് സ്പെഷ്യൽ അമ്മൂമ്മ? അമ്മൂമ്മ ഞങ്ങൾ മോൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞായറാഴ്ചയാണ്. അന്നാണ് ബന്ധുക്കളെല്ലാം എത്തുന്നത്. അവധി ദിവസം ആയതുകൊണ്ട്. എങ്കിലും ഇന്നലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു കേക്ക് കിട്ടിയിരുന്നു. കട്ട് ചെയ്തു. ആഹാ, അടിപൊളി. അപ്പൊ ഗംഭീരമായിട്ട് ആഘോഷിക്കാനാണ് ഞായറാഴ്ച വെച്ചേക്കുന്നല്ലേ? തീർച്ചയായിട്ടും. അതിഥി മോളെ ഞങ്ങളും വരട്ടെ. അമ്മൂമ്മക്ക് എന്തോ പ്രത്യേകതയുള്ള ആളാണല്ലോ അമ്മൂമ്മ എന്ത് ചെയ്യുന്നേ? അത് ഞാൻ ഇവിടെ SM കോളേജിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. ഒപ്പം ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, എത്ര വയസ്സായി? 60 വയസ്സ്. 60 വയസ്സ്. എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ BA മലയാളം 2nd സെമസ്റ്റർ പരീക്ഷയ്ക്ക് തയ്യാറായിട്ടിരിക്കുക. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ? തീർച്ചയായിട്ടും. ഈ പോസിറ്റിവിറ്റി മോളിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് രാവിലെ. താങ്ക് യു. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഞാൻ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ 10ാം തരം തുല്യത എഴുതി. പിന്നെ +1 +2 എഴുതി. ഇപ്പൊ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ അമ്മൂമ്മയാണ് താരം എന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ പറഞ്ഞത്. ഇത് അറിയാതെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആശംസകൾ അതിഥി മോക്ക് മാത്രമല്ല അമ്മൂമ്മയ്ക്കും ആശംസകൾ. പരീക്ഷയ്ക്ക് കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് ഫാത്തിമ കോളേജിലാണ് ഞായറാഴ്ച. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠിതാവാണ് ഞാൻ. ഫാത്തിമ കോളേജ് ഗംഭീര കോളേജല്ലേ? നല്ല ഭംഗിയുള്ള കോളേജല്ലേ? തീർച്ചയായിട്ടും വലിയൊരു മഹാഭാഗ്യമാണ് കേട്ടോ. ഈ പ്രായത്തില് ആ കോളേജിലെ ഒരു സ്റ്റുഡൻസ് എന്ന് പറയാൻ കഴിയുമ്പോ അതൊരു മഹാഭാഗ്യമാണ്. അമ്മയുടെ പേരോട് പറയാമോ? എന്റെ പേര് ഷേർലി. ഷേർലി അമ്മ, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ. ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കേട്ടോ. അതിഥി മോളെ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി കേട്ടോ. ലക്കാണ് ഇങ്ങനെ ഒരു അമ്മൂമ്മയെ കിട്ടിയതില്. കെട്ടിപ്പിടിച്ചു അമ്മൂമ്മയെ ഒന്ന് കേട്ടോ. അപ്പൊ ബൈ, രണ്ടുപേർക്കും ബൈ. നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റിയോടെ നമ്മൾ ഇന്നത്തെ രാവിലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച ആ വാക്കുകളോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു സജീവമായ വാർത്താ ദിനത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.